എല്ലാവർക്കും നമസ്കാരം. ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാൻഡ് സീലർ വിത്ത് നൈട്രജൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ്. എന്നാൽ പോലും പലർക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതെ, നൈട്രജൻ ബാൻഡ് സീലർ ഒത്തിരി ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഉള്ളൊരു മെഷീനാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലെല്ലാം ഒത്തിരി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ തന്നെയാണ് നൈട്രജൻ ബാൻഡ് സീലേഴ്സ്. സോ നിങ്ങളുടെ പാക്കിങ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീൻ തന്നെയാണ് നൈട്രജൻ ബാൻഡ് സീലിംഗ് മെഷീൻസ്. ഇനി നമുക്ക് ഈ നൈട്രജൻ ഫ്ലഷിംഗ് ബാൻഡ് സീലേഴ്സ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുവഴിയുള്ള അഡ്വാൻസ്മെൻറ്റ് എന്താണ്, ഈ ഡീറ്റെയിൽസ് ഒന്ന് സംസാരിക്കാം. അതെ, നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു സീലിംഗ് മെഷീൻ തന്നെയാണ്. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു കവറിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് പോകുന്ന ഒരു മെഷീനാണ് നൈട്രജൻ ബാൻഡ് സീലിംഗ് മെഷീൻസ്. സോ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്താനും അതിൻ്റെ ഷെൽ ലൈഫ് കൂട്ടുവാനും അതുപോലെ തന്നെ അത് പ്രൊട്ടക്റ്റീവായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ തന്നെ കസ്റ്റമറിലേക്ക് ഡെലിവറി എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് നൈട്രജൻ ബാൻഡ് സീലിംഗ് മെഷീൻസ്. ഇനി അപ്പോൾ നമ്മൾ എന്താണ് ഈ ബാൻഡ് സീലർ എന്നുള്ള നൈട്രജൻ ഫ്ലഷിംഗ് ബാൻഡ് സീലർ എന്നുള്ളത് പഠിച്ചു. പക്ഷേ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡൽസ് ഏതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ? ബേസിക്കലി നമുക്ക് രണ്ട് മോഡൽസാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്റ്റേണൽ നൈട്രജൻ ബാൻഡ് സീലേഴ്സും അതുപോലെ ഇൻബിൽഡ് നൈട്രജൻ ബാൻഡ് സീലേഴ്സും. എക്സ്റ്റേണൽ നൈട്രജൻ ബാൻഡ് സീലേഴ്സിൽ നമ്മുടെ ബാൻഡ് സീലിൻ്റെ വെളിയിൽ ഒരു നൈട്രജൻ യൂണിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് ബാൻഡ് സീലർ ഉപയോഗിച്ച് സീൽ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻബിൽഡ് നൈട്രജൻ ബാൻഡ് സീലറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ നൈട്രജൻ യൂണിറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ കവറിലേക്ക് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് ബാൻഡ് സീലർ വഴി നമ്മൾ സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇൻബിൽഡ് നൈട്രജൻ ബാൻഡ് സീലർ വെച്ച് നിങ്ങൾ സീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അലൈൻമെൻറ്റും അതുപോലെ തന്നെ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ഈ പാക്കിംഗ് പ്രോസസ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കമ്പയർഡ് ടു ദ എക്സ്റ്റേണൽ നൈട്രജൻ ബാൻഡ് സീലർ. അപ്പോൾ നമ്മൾ ബേസിക്കലി നമുക്ക് രണ്ട് മോഡൽസ് അല്ലേ വരുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്ത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ഈ നൈട്രജൻ ഫ്ലഷ് ചെയ്യുന്നത്? നമുക്ക് സാധാരണ ഒരു പാക്കറ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് പകരം നൈട്രജൻ ഫ്ലഷ് ചെയ്തിട്ട് എത്തിക്കുമ്പോൾ എന്ത് അഡ്വാൻറ്റേജാണ് നമുക്ക് അതിനകത്തുള്ളത്? മെയിനായിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രിസർവേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലേസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ലേസ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത് നൈട്രജൻ ഫ്ലഷ് ചെയ്തിട്ടാണ് വരുന്നത്. വളരെ ക്രിസ്പിയാണ്, അതുപോലെ അതിൻ്റെ അരോമയൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുപോലെ ഷെൽ ലൈഫ് അതിൻ്റെ കൂടുതലാണ്. സോ അതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രിസർവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് സീൽ ചെയ്യുമ്പോഴാണ്. ആ പ്രോഡക്റ്റിൻ്റെ നിങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഓക്സിഡൈസേഷൻ പ്രോസസ്സ് കുറയ്ക്കാനായിട്ട് ഈ നൈട്രജൻ ഫില്ലിംഗ് ബാൻഡ് സീലർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം നമുക്കറിയാം നൈട്രജൻ ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫില്ല് ചെയ്തിരിക്കുന്ന കവറിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്യാസ് നമ്മൾ വിടുമ്പോൾ ഓക്സിഡൈസേഷൻ പ്രോസസ്സ് അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഷെൽ ലൈഫ് ഇൻക്രീസ് ചെയ്യാനും പ്രോഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടുവാനും ഫ്രഷ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കും. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം ലേസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അത് പാക്ക് ചെയ്ത അതേ ക്വാളിറ്റിയിലാണ് നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോഴും കിട്ടുക. അതൊന്നും ബ്രോക്കൺ ആവുമോ അല്ലെങ്കിൽ അത് പീസായി പോകുമോ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ലോങ് ടേമിലേക്ക് നിങ്ങൾ പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ഡാമേജ് ഒന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ഔട്ട്പുട്ടോടുകൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നൈട്രജൻ ബാൻഡ് സീലേഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും നമ്മുടെ ഈ നൈട്രജൻ ഫ്ലഷിംഗ് ബാൻഡ് സീലേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈവ് ആപ്ലിക്കേഷൻസ് എന്താണ് വരുന്നത്? ഇന്ന് നമ്മളിത് ഏതൊക്കെ പ്രോഡക്ട്സിലാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് പാക്കിങ്സ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ കണ്ടുവരുന്നത് സ്നാക്സ് പ്രോഡക്ട്സ് ആണ്. സ്നാക്സ് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സ്നാക്സും നൈട്രജൻ ഫില്ല് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ കോഫി പൗഡേഴ്സ്, സ്പൈസസ്, ഇതെല്ലാം നൈട്രജൻ ഫ്ലഷ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ ഒരു MNC കമ്പനിയുടെയൊക്കെ പ്രോഡക്റ്റ് പോലെ തന്നെ നൈട്രജനൊക്കെ ഫ്ലഷ് ചെയ്ത് വളരെ പഫി ആയിട്ട് നമുക്ക് നമ്മളുടെ പൗച്ചസ് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ്റനൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ്റനൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർവീസ് പാർട്ടിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്.
നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മെഷീൻ ഏറ്റവും സേഫായിട്ടും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ പ്രോഡക്റ്റ് ഫുഡായിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റു പൗഡേഴ്സൊക്കെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ റണ്ണിങ് കോമ്പണൻസിൽ നിന്നുള്ള ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ഫിൽറ്റേഴ്സുകളെല്ലാം എപ്പോഴും ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ ഇതിൻ്റെ ഗ്യാസ് ഫ്ലോ ലെവലുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. അങ്ങനെ വിയർ ആൻഡ് ടയർ വരുന്ന കോമ്പണൻസിനെ എല്ലാം നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യുക. അത്രയും മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ്റനൻസ് ലെവലിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നൈട്രജൻ ഫ്ലഷിംഗ് ബാൻഡ് സീലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെട്ടു. എങ്ങനെയാണ് ഇത് നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നും ഒരു MNC കമ്പനിയുടെ പ്രോഡക്റ്റ് പോലെ തന്നെ മാർക്കറ്റിൽ അതിൻ്റെ പ്രസൻറ്റേഷനിലും ക്വാളിറ്റിയിലും എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.